ഇന്ന് നമുക്ക് വിശ്വാസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കും. മനുഷ്യ ചരിത്രത്തിൽ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും വിശ്വാസം എന്നതിന് വലിയ പ്രാധാന്യം. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിലനിൽപ്പില്ല എന്ന് പറയുന്ന ഒരു വചനമാണ്. അപ്പോൾ പല കാര്യങ്ങളിലും പലപ്പോഴും നമ്മൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിൽക്കേണ്ടതായ ഘട്ടങ്ങളുണ്ടാകും. നമ്മളൊരു കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു, നമ്മൾ പൈസ കൊടുക്കുന്നു, 100 രൂപയുടെ സാധനം വാങ്ങി 500 രൂപ കൊടുക്കുന്നു, ബാക്കി 400 രൂപ നമുക്ക് തിരികെ തരുമെന്നുള്ള വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ട്. അത് തരാൻ താമസിക്കുന്തോറും പല ചിന്താഗതികൾ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു. അപ്പോഴും അത് കിട്ടുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് ആളുന്നത്. കടക്കാരൻ പറയാം, നിങ്ങൾ 100 തന്നെയാണ് 500 തന്നില്ലെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ അസത്യവാദിയാവും. പിന്നെ അത് തെളിയിക്കാൻ മറ്റു പല സാഹചര്യങ്ങൾ ഉണ്ടാകേണ്ട ആവശ്യങ്ങൾ വരും. ഇങ്ങനെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിൽ പല കാര്യങ്ങളിലും നമുക്ക് വിശ്വാസം ആവശ്യമായിരിക്കും. ഇതുപോലെ മതപരമായ കാര്യങ്ങൾ, സയൻസ് പരമായ കാര്യങ്ങൾ, അറിവുകൾ, ഇതെല്ലാം നമ്മൾ ചിലത് വിശ്വാസത്താലാണ് ഉറപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഓരോരുത്തരോ വ്യക്തികൾക്കും ഒഴിവാക്കാനാവാത്ത ഒരു പ്രതിഭാസം തന്നെയാണ് വിശ്വാസം. ഇന്ന് ലോകത്തിൽ പലവിധമായ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒക്കെ നിലനിൽക്കും. ചില കാര്യങ്ങൾക്ക് തെളിവുള്ളതാണ്, ചില കാര്യങ്ങൾക്ക് തെളിവില്ല. തെളിവില്ലാത്ത കാര്യങ്ങളും നടപ്പാക്കാൻ ഇല്ലാത്തതുമായ കാര്യങ്ങളെയും വിശ്വാസം കൊണ്ട് ചുവന്നുകൊണ്ട് നടക്കുന്ന ആളുകൾ. അതിലൊരിക്കലും ചിലപ്പോൾ പ്രതിഫലം കിട്ടിയെന്ന് വരും, എന്നാലും അതിൽ നിന്ന് പിന്മാറും. ചില പരീക്ഷണങ്ങൾ നമ്മൾ നടത്താറുണ്ട് വിശ്വാസം കൊണ്ട്. വിശ്വാസം കൊണ്ട് ചിലർ ദൈവത്തെ പരീക്ഷിക്കുന്നവർ. അപ്പോൾ വിശ്വാസത്തെ പൊതുവെ നമ്മൾ അങ്ങനെ ഉൾക്കൊള്ളു ജീവിക്കുമ്പോൾ നമ്മൾ ഏത് കാര്യത്തിൽ വിശ്വസിക്കുന്നു, അതെങ്ങനെ അത് പ്രാവർത്തികമാകും എന്നുള്ള കാര്യത്തിലുള്ള അറിവ് നമുക്കുണ്ടോ? ഇങ്ങനെ പല വിഷയങ്ങളും നമുക്കിന്ന് പഴയ നിയമ വിശ്വാസിയായ അബ്രഹാമിനെ കുറിച്ച് അല്പകാര്യം ചിന്തിക്കാമെന്ന് വിചാരിക്കും. അബ്രഹാമിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വിശ്വാസികളുടെ പിതാവെന്നാണ്. അബ്രഹാം വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു കൊടുത്ത ദൈവത്തിൻ്റെ ഒരു ഭക്തനാണ്. എങ്ങനെയാണ് അബ്രഹാം പ്രവൃത്തിയിൽ കൂടെ വിശ്വാസം കാണിച്ചു കൊടുത്തതെന്ന്? അബ്രഹാം കൽദയരുടെ പട്ടണമായ ഊരിൽ താമസിക്കുമ്പോൾ തേജോമാനായ ദൈവം അവന് പ്രത്യക്ഷനായി, നീ നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ടു എന്ന്. എവിടെയാണ്, എങ്ങോട്ടാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ദൈവത്തോട് ചോദിച്ചു. അബ്രഹാം തയ്യാറായി എന്നുള്ളത്. അങ്ങനെയാണ് അബ്രഹാം കനാൻ ദേശത്തേക്ക് പോയത്.
അദ്ദേഹം കനാൻ ദേശത്ത് വരുമ്പോൾ 75 വയസ്സുണ്ടായി. മഹാസമ്പന്നനാണ്. ദമ്മശേക്കുകാരനായ എലയാസർ എന്ന ഒരു അദ്ദേഹത്തിൻ്റെ ദാസൻ, അദ്ദേഹമാണ് ഈ സ്വത്തിൻ്റെ എല്ലാം അവകാശി എന്നുള്ള ഒരു ചിന്തയിലേക്ക് അബ്രഹാം എന്നിട്ടുണ്ട്. ദൈവം പറഞ്ഞു, നിനക്കൊരു സന്തതിയെ ഞാൻ തരും. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 430 സംവത്സരം അടിമയായിരിക്കും. നിന്റെ സന്തതി കൊണ്ട് ഈ ഭൂമിയിലെ മുഴുവൻ ജനിക്കാനിരിക്കുന്ന വർഗത്തെയും കൂടെ അനുഗ്രഹിക്കും. ഞാൻ നിനക്ക് കനാൻ ദേശം ശാശ്വത അവകാശമായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും അബ്രഹാമിന് അവിശ്വാസം ഉണ്ടായിരുന്നില്ല. അബ്രഹാമിന് അതിൽ വിശ്വാസമുണ്ടായിരുന്നു. അബ്രഹാമിന് 99 വയസ്സായപ്പോഴാണ് വാഗ്ദത്ത സന്തതി ജനിക്കുന്നത്. ഈ സന്തതിയെ നീ മോറിയ മലയിൽ കൊണ്ടുപോയി ഹോമയാഗം കഴിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടും. അപ്പൊ അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിപ്പാനായി അതികാലത്തെ എഴുന്നേറ്റു പുറപ്പെട്ടു എന്നാണ്. അവിടെ ഇസ്ഹാക്കിനെ കൊണ്ടുപോയി യാഗപീഠത്തിന്മേൽ കിടത്തി അറുക്കേണ്ടതിന് കത്തിയെടുക്കുമ്പോൾ ഒരു ദൂതൻ അവിടെ പ്രത്യക്ഷനാകുന്നു. അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞു. അബ്രഹാമിന്റെ ബലി ദൈവം തടയുന്നില്ല എങ്കിൽ അബ്രഹാം ഇസ്ഹാക്കിനെ ബലി അർപ്പിക്കുക തന്നെ ചെയ്യും. അതാണ് വിശ്വാസം പ്രവൃത്തിയാൽ കാണിക്കുന്നത്. ഇങ്ങനെ പ്രവൃത്തിയാൽ തെളിയിക്കപ്പെടേണ്ടതായ വിശ്വാസങ്ങളെ മാത്രമേ വേദപുസ്തകം അനുശാസിക്കുന്നു. അതല്ലാതെയുള്ള സങ്കല്പങ്ങളെയും വിദ്യകളെയും മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് വേദപുസ്തകം ഒരാളെ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നില്ല എന്നുള്ളതാണ്. ഭൂമിയിൽ വേദപുസ്തകം ഒഴികെ മറ്റൊരു ഗ്രന്ഥങ്ങളും ഇതുപോലെ തെളിവായ വിശ്വാസങ്ങളെ കുറിച്ച് അനുശാസിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ബൈബിൾ കൊണ്ട് ഭൂമിയിലുള്ള ഏത് ഗ്രന്ഥത്തെയും അളന്ന് അതിൻ്റെ ഗുണത്തെയും ദോഷത്തെയും വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്ര ശക്തിയുള്ളതാണ് ബൈബിൾ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനം. ഈ വചനത്തിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്ന യഹോവ ഒരാടിനെ കൊണ്ടോ കാളയെ കൊണ്ടോ നേർച്ച കൊണ്ടോ വഴിപാട് കൊണ്ടൊന്നും പ്രസാദിക്കുന്നവനല്ല എന്നുള്ള സത്യം വേദപുസ്തകം പറയുന്നു. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ കഴുതയെയോ ആടിനെയോ ഞാൻ എടുക്കുന്നില്ല. നിന്റെ പാനീയയാഗങ്ങളും നിന്റെ ഹോമയാഗങ്ങളും എനിക്ക് പ്രസാദമില്ല. നിന്റെ ഹൃദയം എനിക്ക് തരിക. നിന്റെ ജീവിതം എനിക്ക് വേണ്ടി പ്രസാദകരമായി അനുഷ്ഠിക്കുക എന്നുള്ള ആഹ്വാനമാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അതല്ലാതെ 1 കിലോ അവലോ 1 കിലോ പഴം കൊണ്ടോ തേനും കൊണ്ടോ തൈരും കൊണ്ടൊന്നും മയങ്ങുന്നവനല്ല പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്ന യഹോവ എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയാണ് യഹോവയെ വിശ്വസിക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം നമുക്ക് നൽകുന്ന അടയാളം. റോമാലേഖനം 4-ാം അധ്യായത്തിൽ അബ്രഹാമിനെ കുറിച്ച് പറയുന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നാണ്. അപ്പൊ ഇങ്ങനെ തെളിവായ വിശ്വാസവും നീതീകരണവുമാണ് മനുഷ്യന് ആവശ്യം. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ തെളിവ് എന്താണെന്ന് നമുക്കൊരു വേദഭാഗം വായിക്കാം. റോമാലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ അബ്രഹാമിനെ മുഴുവൻ മനുഷ്യരാശിക്കും വിശ്വാസികളുടെ പിതാവായി കാണിക്കേണ്ടതിന് ദൈവം നൽകിയ ഒരു പരിശോധനയായിരുന്നു ഇസ്ഹാക്കിനെ ബലി കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ അബ്രഹാം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ഹാക്കിനെ ബലി കഴിപ്പാൻ തയ്യാറായത് എന്നുള്ളതാണ് ഈ വാക്യം പറയുന്നത്.
മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവായി തീരേണ്ടതിന് തന്നെ. ഒരു വിശ്വാസി എങ്ങനെ ആയിരിക്കണമെന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ഇവിടെ. ഇസാക്ക് ജനിക്കുന്നു മുമ്പ് ഇസാക്കില്ലായിരുന്നു. ഇപ്പോൾ ഇസാക്ക് ജനിച്ചിരിക്കുന്നു. ഇസാക്കിന് അതാണ് 13 വയസ്സായി. ആ ഇസാക്കിനെ ബലി കഴിക്കാൻ ദൈവമാകും. അപ്പോൾ ഇല്ലാത്തതിനെ കൊണ്ടുവരുവാനും മരിച്ചവനെ ജീവിപ്പാനും ദൈവം ശക്തനെന്ന് അബ്രഹാം ഉറച്ചിരുന്നു. അങ്ങനെയാണ് അബ്രഹാം വിശ്വാസികൾക്ക് പിതാവായി തീർന്നത്. അതല്ലാതെ തെളിവില്ലാത്തതും നിർവചിക്കാൻ പറ്റാത്തതുമായ അബദ്ധങ്ങളെ അനുകരിക്കുന്നതല്ല വിശ്വാസം. അബ്രഹാം അഗ്രകർമ്മികൾക്കും ഇസ്രായേലിനും വിശ്വാസത്തിൻ്റെ പിതാവായി തീർന്നു എന്ന് വേദം. ഇത് പഴയ നിയമത്തിൽ നിന്നുള്ള വിശ്വാസത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലെ 1-2 വാക്യം നമുക്കൊന്ന് വായിക്കുന്നു. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. അപ്പൊ പഴയ നിയമത്തിൽ ശക്തനായ ഒരു വിശ്വാസിയാണ് വേദപുസ്തകം ആദ്യമായി അവതരിപ്പിക്കുന്നത്. നമ്മൾ അബ്രഹാമിനെ കുറിച്ച്. ഇനി പുതിയ നിയമത്തിൽ ഒരു വിശ്വാസിയെ നമുക്ക് പരിചയപ്പെടാം. 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാമും സാക്ഷികളുടെ വലിയൊരു സമൂഹവും, ഇത് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമ വിശുദ്ധന്മാരും അതിൽ ഉൾപ്പെടുന്നു. 11-ാം അധ്യായത്തിൽ പഴയ നിയമ വിശുദ്ധന്മാരെയും പുതിയ നിയമ വിശുദ്ധന്മാരെയും ഒരു പട്ടിക അവതരിപ്പിക്കുന്നു. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ഈ ഭൂമിയിൽ അവർ അന്യരും പരദേശികളുമാണെന്നേറ്റു പറഞ്ഞുകൊണ്ട് വരുവാനുള്ള ഒരു സ്വർഗീയ രാജ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയിൽ അവർ വിശ്വാസത്തിൽ മരിച്ചു എന്നാണ് ഈ അധ്യായത്തിൽ എഴുതി. അപ്പോൾ ഒരു ഭാവി പ്രത്യാശ, ഭാവിയിൽ ഒരു രാജ്യം ഇവിടെ ദൈവം സ്ഥാപിക്കുമെന്നുള്ള പ്രത്യാശയിൽ മരിച്ചവരാണ് ഈ വിശുദ്ധന്മാരെല്ലാം. ഇതെല്ലാം തെളിവില്ലാത്ത വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നവരല്ല എന്ന് പഴയ നിയമം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് മനസ്സിലാകും. അപ്പോൾ കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമെന്നാണ് പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത് ശിഷ്യന്മാരെ. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചല്ലോ, അതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് അവികലമായ ആശയങ്ങളാണ് ഇന്ന് ക്രൈസ്തവ മണ്ഡലം വാഗ്ദാനം ചെയ്യുന്നത്. ക്രൈസ്തവ മണ്ഡലത്തിലുള്ള വിവിധ സംഘടനകൾ പ്രാർത്ഥനയെക്കുറിച്ച് ആവശ്യത്തിൽ കൂടുതലുള്ള പ്രസക്തി കൊടുത്തുകൊണ്ടാണ് ഇന്ന് ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥന കൊണ്ട് എന്തും നേടിയെടുക്കാം, ഏത് കാര്യവും സാധിക്കാം, ഏത് നേരത്തും ദൈവം ഭൂമിയിൽ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. യേശുക്രിസ്തു ഭൂമിയിൽ നിങ്ങളുടെ വീട്ടിൽ വരാൻ സാധ്യതയുണ്ട്. ഇന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക. ഇങ്ങനെയെല്ലാം കുറെ ബാലിശമായ വാഗ്ദാനങ്ങൾ നൽകുന്ന ഉപദേഷ്ടാക്കന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ മണ്ഡലത്തിൽ ക്രിസ്തു വിശ്വാസത്തിന് ഇന്ന് വളരെ വില കുറഞ്ഞുകൊണ്ടിരിക്കുക. മറ്റ് മതങ്ങൾ എന്ന പോലെ ജൈനമതമുണ്ട്, ബുദ്ധമതമുണ്ട്, ഇസ്ലാം മതമുണ്ട്, ഹൈന്ദവ മതങ്ങളുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ മതങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് അതിൻ്റെ നേതാക്കന്മാരിൽ നിന്ന് മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഈ വാഗ്ദാനങ്ങൾ നൽകുന്ന കാര്യങ്ങളൊന്നും ഇവിടെ പ്രാവർത്തികമാകാത്ത കാര്യങ്ങളാണ്. പ്രാർത്ഥന കൊണ്ട് എന്തും നേടാമെന്നാണ് ക്രൈസ്തവ പണ്ഡിതന്മാർ പറയുന്നത്. അങ്ങനെ എന്തും നേടാവുന്ന ഒരു അവസ്ഥയിലല്ല ഇന്ന് ലോകം. ഈ ലോകത്തിന് ഒരുപാട് പരിമിതികൾ ദൈവം അനുവദിച്ചിട്ടിരിക്കുകയാണ്. അത് പാപത്തിൻ്റെ ഫലമായ ശാപത്തിൻ്റെ ശിക്ഷയായിട്ടൊരു കുറേ കാലത്തേക്ക് മനുഷ്യന് ഇടാനുള്ള അനുഭവങ്ങളാണ്. അതൊന്നും പ്രാർത്ഥന കൊണ്ടൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല. എന്തിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, ഏത് വിഷയത്തിന് വേണ്ടി ആയിരിക്കണം, എങ്ങനെയായിരിക്കണം പ്രാർത്ഥന എന്നുള്ള കാര്യങ്ങളെല്ലാം പുതിയ നിയമ തിരുവെഴുത്തുകൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. പക്ഷേ ഈ പ്രാർത്ഥനയിൽ കൂടി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയില്ലെങ്കിൽ എന്തു ചെയ്യും? അവർ ദൈവത്തെ തള്ളിപ്പറയും, യേശുക്രിസ്തുവിനെ തള്ളിപ്പറയും. ഇതൊന്നും സത്യമല്ല, ഇതൊക്കെ ഒരു പോഷ്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറജാതി മതങ്ങളുടെ ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും തിരിയുന്ന ഒരുപാട് ക്രൈസ്തവരുണ്ട്. അപ്പോൾ വേദപുസ്തകം എന്താണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്? യേശുക്രിസ്തു എന്താണ് പഠിപ്പിച്ചത്? ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണം, ഞങ്ങൾക്ക് ആവശ്യമുള്ള വസ്ത്രം തരണം. പ്രാർത്ഥനയിൽ മുഖ്യമായി പറഞ്ഞിരിക്കുന്നത് നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ. ദൈവത്തിൻ്റെ രാജ്യം വരുന്നത് വരെ ഈ ഭവിഷ്യത്തുകൾ ഇങ്ങനെ ഈ ലോകത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ തങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ സാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സഡൻ ആയിട്ട് അനുവദിച്ച് കിട്ടും എന്നുള്ള വ്യാമോഹം അതൊരിക്കലും ശരിയല്ല എന്നുള്ളത്. ഇവിടെ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ വിശ്വാസി യേശുക്രിസ്തു തന്നെയാണ്. പഴയ നിയമത്തിൽ വിശ്വാസം ആരംഭിച്ചത് അബ്രാഹാമാണ്. അത് പ്രവൃത്തിയിൽ കാണിച്ചത് അബ്രാഹാം. ഏനോശിന്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയെന്ന് ഉൽപ്പത്തിയിൽ പറയുന്നു. ആരാധന തുടങ്ങിയെന്ന് പറയും. ആ ഏനോശിന്റെ പരമ്പരയിൽപ്പെട്ടവരും അല്ലാത്തവരുമായ ആളുകൾ ജലപ്രളയകാലത്ത് മുങ്ങി മരിച്ചുപോയി എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് പറയുന്നത് അബ്രാഹാമിൻ്റെ വിശ്വാസം, നീതീകരണം, പ്രവൃത്തി, അത് എക്കാലത്തും വിലമതിക്കാവുന്നതന്നെയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്നാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ തികഞ്ഞ വിശ്വാസിയായിട്ടാണ് യേശുക്രിസ്തു ഇവിടെ സഞ്ചരിച്ചത്. യേശുക്രിസ്തു വിശ്വസിച്ച ആരെയാണ്? തൻ്റെ പിതാവായ യഹോവയാകുന്ന ദൈവത്തെയാണ് യേശുക്രിസ്തു വിശ്വസിച്ചത്. ആ പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു പ്രചാരണമാണ് യേശുക്രിസ്തു വന്ന് നടത്തിയത്. പിതാവായ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് യേശുക്രിസ്തു പ്രസംഗിച്ചത്. യേശുക്രിസ്തുവിൻ്റെ ബാല്യം മുതൽ യേശുക്രിസ്തു മരിക്കുന്നതുവരെയുള്ള ജീവിതഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങളിലും യേശുവിനെ ഉപദ്രവിക്കുവാനെന്ന് യഹൂദ സമൂഹം എറിവാൻ പോലും കല്ലെടുത്തിട്ടുണ്ട്. പക്ഷേ എറിയാൻ പറ്റിയില്ല. കാരണം യേശുക്രിസ്തു യഹോവയുള്ള വിശ്വാസത്താലാണ് അവിടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ വിശ്വാസം ആരംഭിച്ചവനും പൂർത്തി വരുത്തിയവനുമായ യേശു വിശ്വാസം ആരംഭിച്ച് അത് പൂർത്തിയാക്കി കാണിച്ചു കൊടുത്തതാണ് യേശുക്രിസ്തു. അബ്രഹാം ചെയ്തതുപോലെ തന്നെ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത് പിതാവേ സകലവും നിവൃത്തിയായി എന്ന. യേശുക്രിസ്തു വളരെ ബോധമുള്ളവനായിട്ട് തന്നെയാണ് മരിച്ചത്. സകലവും നിവൃത്തിയായി, എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയായി. കർത്താവ് യഹൂദന്മാർക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കുന്നത് എന്താ? ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. അപ്പൊ വിശ്വാസ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ ആ വിശ്വാസം പ്രവൃത്തിയാൽ യേശുക്രിസ്തുവും കാണിച്ചിരിക്കും. വാക്കിലും പ്രവൃത്തിയിലും വളരെ തീക്ഷ്ണതയുള്ളവനായ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകും.
വിശ്വാസം പ്രവൃത്തി കൊണ്ട് കാണിക്കണമെന്ന. അങ്ങനെ പ്രവൃത്തി കൊണ്ട് കാണിക്കാൻ പറ്റാത്തായ വിശ്വാസങ്ങൾ എല്ലാം നിർജ്ജീവമാകും. അപ്പോൾ ഒരാൾ പറയുന്നു, ഓ, ദൈവം ഏകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നതല്ല. ഈ വിശ്വാസം പിശാചിനുണ്ട്, ദൈവം ഏകനാണ്. പക്ഷേ പിശാചിന്റെ പ്രവൃത്തിയിൽ ഒന്നും ദൈവത്തെ മാനിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല, പ്രവൃത്തിയില്ല. അപ്പൊ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം മനുഷ്യനായാലും സാത്താനായാലും ചെയ്താൽ അതുകൊണ്ട് പ്രയോജനം. ഇന്ന് നമ്മൾ സമൂഹത്തിൽ അനേകം വിശ്വാസവും വിശ്വാസ സംഹിതകളും അതിനായിട്ടുള്ള പ്രവൃത്തികളൊക്കെ കാണാൻ കഴിയുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും മനുഷ്യന് ആത്യന്തികമായി പ്രയോജനം നൽകുന്ന വിശ്വാസം ഏതാണ് എന്ന് സമർത്ഥിക്കുവാൻ ബൈബിൾ ഒഴികെയുള്ള ഒരു വിശ്വാസങ്ങൾക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. പല മതങ്ങളും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു രൂപരേഖയും മറ്റുള്ളവർക്ക് നൽകുന്നില്ല. വേദപുസ്തകം ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ആരംഭ ജീവിതത്തെക്കുറിച്ചും അതിലെങ്ങനെ നിലനിൽക്കണം എന്നുള്ളതിനെക്കുറിച്ചും അതിനാൽ ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചും അത് എപ്പോൾ ആര് മുഖാന്തരം എങ്ങനെ കൈവരുന്നു എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായ രേഖകളിൽ കൂടെയാണ് വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മെ സമീപിക്കുന്നത്. അതിന് വ്യക്തമായ ഒരു ആരംഭവും അതിന് വ്യക്തമായ ഒരു ഉദ്ദേശവും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള തെളിവായുള്ള കാര്യങ്ങളെ വിശ്വസിക്കുക, അതാണ് വിശ്വാസം. അതല്ലാതെ അന്ധഭക്തിയുടെ പേരിൽ കാട്ടിക്കൂട്ടുന്ന നാനാവിധമായ ഗോഷ്ഠികൾ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ, പുണ്യനദികളിൽ പോയി കുളിക്കുന്നു, കുളിച്ചവൻ തന്നെ എഴുന്നേറ്റ് വന്നിട്ടാണ് നീചപ്രവൃത്തികൾ ചെയ്യുന്നത്. ചിലര് നോമ്പ് നോക്കുന്നു, 25 നോക്കുന്നു, 50 നോക്കുന്നു, 40 നോക്കുന്നു. ഇറച്ചിയും മീനും മുട്ടയും കഴിക്കാൻ പാടില്ല. സർവ ദുഷ്പ്രവൃത്തികൾ അവൻ ചെയ്യുകയും ചെയ്യും. ഇതല്ല യഥാർത്ഥമായ നോമ്പ്. യഥാർത്ഥമായ നോമ്പ് മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, സ്നേഹവും അനുകമ്പയുമുള്ള ഒരു ജീവിതം നയിക്കുക. യേശുക്രിസ്തുവിനെ ലോകത്തിന്റെ രക്ഷിതാവായി ദൈവം പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് മറ്റുള്ള രക്ഷാമാർഗങ്ങളെ ത്യജിച്ചു കളഞ്ഞുകൊണ്ട് പുത്രനിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട് എന്ന് തിരുവെഴുത്ത് വ്യക്തമായി ഓരോ മനുഷ്യനോടും പറയുമ്പോൾ അവ്യക്തമായ ആശയങ്ങൾക്ക് വേണ്ടിയും പാപമോചനത്തിനു വേണ്ടി വ്യക്തതയില്ലാതെ ചെയ്യുന്ന പലവിധമായ പ്രവർത്തനങ്ങളും അതെല്ലാം വിട്ടകന്ന് തെളിവായ കാര്യങ്ങളിലേക്ക് മനുഷ്യൻ വരിക, അതിനായിട്ട് നിലകൊള്ളുക എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കും.